നമ്മുടെ പേരയും മറ്റുമൊക്കെ ഇങ്ങനെ കയ്യെത്തും ദൂരത്ത് ഇങ്ങനെ നിലത്ത് കിടന്ന് കായ്ക്കുന്നത് കണ്ടപ്പോൾ നമ്മളെ മാവിനും ഒരു പൂതി. ഞാനും കായ്ച്ച് കാണിച്ചു തരായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൂക്കലയൊക്കെ നമുക്കിതിൽ കാണാം. കായ പിടിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് കണ്ടറിയാം. ഏതായാലും ആ കാഴ്ചയും കൂടി നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കായ്ക്കാൻ കാരണം എന്നുള്ളതും കൂടി നമ്മളിവിടെ പറയാം. അപ്പോൾ നമ്മളെ പേര കായ്ക്കുന്നത് നമ്മളൊക്കെ ആദ്യം കണ്ട് മനസ്സിലാക്കണം. നമ്മളിതൊക്കെ പല പ്രാവശ്യം കാണിച്ചതാണ്. എന്നാൽ ഇത് തുടരെ തുടരെ കായ്ക്കുമ്പോൾ നമ്മളതും കൂടി ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇതിൻ്റെ തൈകളൊക്കെ കുറേ പേര് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് അതിൻ്റെ നോട്ടം, എങ്ങനെയാണ് കായ പിടിക്കുന്നുണ്ടോ എന്നൊന്നും യാതൊരു വിവരവുമില്ല. നല്ല രീതിയിൽ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കായ പിടിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതൊക്കെ വിദേശ ഇനമാണ്. അപ്പോൾ അതിനെ ആദ്യമൊക്കെ അതിൻ്റെ രീതിയിലൊക്കെ ഒന്ന് വളർത്തി നോക്കണം. എന്നെങ്കിലേ പിന്നെ അതിന് അനുയോജ്യമായ കാലാവസ്ഥയിൽ ഇങ്ങനെ വളർന്നു വരുള്ളൂ. അപ്പോൾ ആദ്യമൊക്കെ ഇതിനെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. പിന്നെ കിലോ പേരയാണ് എന്ന് കരുതി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചവെള്ളം പോലത്തുള്ള ഒരു പേരയല്ല. ഇത് നല്ല മധുരമുള്ള തായ്ലാൻഡ് ഇനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൈകളൊക്കെ നല്ല ആവശ്യക്കാർ വന്നു. അപ്പോൾ നമ്മളെ മാവ് വെറുതെ കായ്ച്ചതല്ല. 2 കമ്പാണ് നമ്മളെ മാവിനുള്ളത്. ഒരു കമ്പ് എല്ലാ പ്രാവശ്യവും കായ്ച്ചിരുന്നു. എന്നാൽ അടുത്ത കമ്പ് കായ്ക്കാറില്ല. അപ്പോൾ അതിന് നമ്മളൊരു മോതിരവള ഇട്ട് കൊടുത്തു. മോതിരവള ഇട്ട് കൊടുത്തപ്പോൾ കുറേ ഭാഗത്തേക്ക് ഇങ്ങനെ പൊടിപ്പുകൾ വന്നു അടിയിൽ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒടിച്ചിടാറുണ്ട്. ഇപ്പോൾ ഇതാ ഞാനിവിടെ താഴത്തിൻ്റെ കായ്ച്ചോളാം എന്ന് പറഞ്ഞ് വലിയൊരു പൂക്കലൊക്കെ ഇട്ടിട്ടുണ്ട്. കായ്ക്കുമോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്നാൽ മറ്റേ കമ്പിൻ്റെ മുകളിലൊക്കെ നല്ല മാങ്ങ കായ്ക്കാറുണ്ട്. നല്ല നീലമാങ്ങയാണ്. നല്ല ടേസ്റ്റുണ്ട്. നല്ല സൈസുള്ള നീലമാങ്ങയാണ്. ഒന്ന് 1 കിലോത്തിൻ്റെ അടുത്തൊക്കെ വരും. ചിലത് 1 കിലോത്തിൻ്റെ പുറത്ത് വരും. അങ്ങനെയുള്ള മാങ്ങ. അപ്പോൾ അത് നല്ല അടിയിലിങ്ങനെ കായ്ച്ച് കണ്ടപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം. കാരണം മാവ് ഇങ്ങനെ കായ്ക്കാറില്ല. എന്നാൽ പ്ലാവ് ഇതുപോലെയല്ല, നല്ല രീതിയിൽ താഴത്ത് കായ്ച്ചുകൊണ്ടിരിക്കും. പക്ഷെ മാവ് ഇങ്ങനെ കായ്ക്കലൊക്കെ ദുർലഭമാണ്. കായ്ച്ചു എന്ന് പറയാൻ പറ്റില്ല. പൂക്കല ഇട്ടിട്ടുള്ളൂ. കായ്ക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കൃഷിപരമായിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ.